മക്കളെ, അപ്പോൾ എനിക്കറിയാം ക്ലാസ് 9th സ്റ്റുഡൻസ് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം അവരുടെ സിലബസ് മാറി അല്ലേ? നിങ്ങളുടെ ക്ലാസ് 9th സയൻസിൻ്റെ ബുക്കേ മാറിയിരിക്കുന്നു, പുതിയൊരു ബുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് റെഫർ ചെയ്യാൻ കോണ്ടൻസ് ഒക്കെ വളരെ കുറവാണ്. ഒരുപാട് കോണ്ടൻസ് നമുക്ക് ക്ലാസ് 9 CBSE ബേസ് ചെയ്തുണ്ട്. പക്ഷെ എല്ലാം എന്താണ്, പഴയ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാ ഫോർമാറ്റും ഫോളോ ചെയ്യുന്നത് പഴയ സിലബസിനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, പുതിയ സിലബസിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാന്നുള്ളത്. ഞാനിന്നിവിടെ എത്തിയിട്ടുള്ളത് ക്ലാസ് 9th സയൻസിലെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ ആയിട്ടുള്ള എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ്. അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ആ ഒരു ഫോർമാറ്റ് ആക്ച്വലി ബുക്ക് ചേഞ്ച് ആയി എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കോണ്ടൻസ് ഏകദേശം, ഓക്കെ ഞാൻ കംപ്ലീറ്റ്ലി എന്ന് പറയുന്നില്ല, ഏകദേശം പഴയ സിലബസ്, പഴയ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെ നമ്മുടെ പുതിയ ടെക്സ്റ്റിലും വരുന്നുണ്ട്. പക്ഷെ അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോർമാറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പഴയ ബുക്കും പുതിയ ബുക്കും തമ്മിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് രണ്ടിലും. അപ്പോൾ ബുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബുക്കിൻ്റെ അപ്രോച്ച് ഫോർമാറ്റ് വളരെ ഡിഫറെൻ്റ് ആണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട രീതിയും ഡിഫറെൻ്റ് ആണ്. പഴയ NCERT ടെക്സ്റ്റ് പഠിക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ പുതിയ എക്സ്പ്ലോറേഷൻ ടെക്സ്റ്റ് പഠിച്ചാൽ എന്ത് കിട്ടില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ കുറച്ച് പൊട്ടൻഷ്യൽ ആയിട്ട് കുറച്ചൊരു ഐഡിയ, ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ വിതൗട്ട് തിങ്കിങ് ടു മച്ച് അബൌട്ട് വാട്ട് ഈ സിലബസ് ചേഞ്ച് ആയി അതുകൊണ്ട് എനിക്ക് ടഫാണ്, അങ്ങനെ നിങ്ങൾ കൂടുതൽ ചിന്തിക്കാതെ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഫോർമാറ്റ് ആദ്യമേ മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് അതിനുശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഒന്ന് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ മക്കളെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്ന പഴയ ടെക്സ്റ്റിനേക്കാൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബോറടിക്കാതെ പഠിക്കാൻ പറ്റിയ ഒരു ടെക്സ്റ്റാണ് പുതിയ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ എന്താ പറയുക ഗുണങ്ങളുണ്ട് പുതിയ ടെക്സ്റ്റിൽ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ സിലബസ് മാറി എനിക്ക് ഡിഫിക്കൽട്ടാണ് അങ്ങനെ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല കേട്ടോ. കുറച്ചുകൂടി ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ എനിക്കറിയാം നിങ്ങളുടെ സ്കൂളിൽ എന്തായാലും ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, പല സ്കൂളുകളിലും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ മിസ് എന്ത് ചെയ്യാം, ഒരു റിവിഷൻ തരാം ഈ ഒരു ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് മിസ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് സെപ്പറേഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ മക്കളെ, എന്താണ് മിക്സ്ചേഴ്സ്? മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? കഴിക്കുന്ന മിക്സ്ചർ അല്ല അല്ലേ? ഓക്കെ, മിക്സ്ചേഴ്സ് നമ്മൾ കഴിക്കും. ഓക്കെ, ബേക്കറി അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ പറയാണ്, ഇപ്പോൾ മിൽക്ക് എടുക്കുകയാണ്, മിൽക്ക് ഒരു മിക്സ്ചറാണ്. ഓക്കെ, ഒന്നും വേണ്ട, നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക, അതൊരു മിക്സ്ചറാണ്. ഓക്കെ, ഇനി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക, കുറച്ച് സാൻഡോസ് ഓയിലോ ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക, അതൊരു മിക്സ്ചറാണ്. ഇനി നിങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ്, പല ടൈപ്പ് ഓഫ് ഇപ്പോൾ കുറച്ച് റേസിൻസ്, കുറച്ച് കാഷ്യൂനട്ട്, പിസ്ത, ആൽമണ്ട്സ്, ഇതെല്ലാം കൂടെ നിങ്ങൾ മിക്സ് ചെയ്യാണ്, അപ്പം അതൊരു മിക്സ്ചറാണ്. അപ്പം മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾ മിക്സ്ചർ എന്താണ് എന്നറിയുമ്പോൾ, ഞാനിവിടെ ഭയങ്കര ബിഗ് ടെക്സ്റ്റ് ബുക്ക് റെഫറൻസിലുള്ള ഡെഫിനിഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഒറ്റ കാര്യമുള്ളൂ, എന്ത്, നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ കുറച്ച് കീ വേർഡ്സ് ഉണ്ട്, ആ കീ വേർഡ്സ് അതിൽ വന്നാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇപ്പം മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് രണ്ടിൽ കൂടുതൽ, ഓക്കെ രണ്ടിൽ കൂടുതലോ സബ്സ്റ്റൻസസ് മിക്സ് ചെയ്യുമ്പോഴാണ് എന്ത്, മിക്സ്ചേഴ്സ് നമുക്ക് കിട്ടുന്നത്. രണ്ടിൽ കൂടുതലോ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മിക്സ് ചെയ്യണം. ആൻഡ് നിങ്ങൾ ഓർക്കണം, ഒരു മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ദർ ഈസ് നോ ചേഞ്ച് ഇൻ കോമ്പോസിഷൻ. ദർ ഈസ് നോ ചേഞ്ച് ഇൻ കോമ്പോസിഷൻ. നോ ചേഞ്ച് ഇൻ കോമ്പോസിഷൻ. അതായത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇപ്പോൾ വാട്ടറും സോൾട്ടും മിക്സ് ചെയ്യാണ്. ഓക്കെ, എന്താണ്, വാട്ടറും സോൾട്ടും മിക്സ് ചെയ്യാണ്. അത് നിങ്ങൾ മിക്സ് ചെയ്താലും ഇവർ തമ്മിൽ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല. അവിടെ എന്തുണ്ടാകും, വാട്ടറായിട്ട് തന്നെ അവിടെ നിൽക്കും, സോൾട്ടായിട്ട് തന്നെ അതിൻ്റെ അകത്ത് നിൽക്കും. പക്ഷെ അവർ യൂണിഫോംലി മിക്സ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷെ അവിടെ പുതിയ പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. എന്താണ്, വാട്ടറായിട്ടും സോൾട്ടായിട്ടും തന്നെ നിൽക്കും. അപ്പോൾ ദർ ഇസ് നോ ചേഞ്ച് ഇൻ
വാട്ട് കോമ്പോസിഷൻ, കെമിക്കൽ കോമ്പോസിഷനിൽ എന്ത് വരുന്നില്ല, ചേഞ്ചസ് വരുന്നില്ല. പിന്നെ എന്താണ്, ഈ മിക്സ് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ വാട്ടറും സോൾട്ടും നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ സോൾട്ട് വാട്ടറിൽ സോൾട്ടിൻ്റെതായ പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ അത് റീറ്റെയിൻ ചെയ്യും. വാട്ടറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ആ സൊല്യൂഷനിൽ എന്ത് ചെയ്യുന്നുണ്ടാകും, റീറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. അപ്പൊ രണ്ടാമത്തെ കീവേഡ് എന്താണ് മക്കളെ, all the components will retain their properties, അവരുടെ പ്രോപ്പർട്ടീസ് അങ്ങനെ തന്നെ ഉണ്ടാകും, അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. ഇവർ മിക്സ് ചെയ്തു എന്നോർത്ത് ഈ സോൾട്ടും വാട്ടറിൻ്റെയും പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഴിവുകളൊന്നും എന്താവുന്നില്ല, നഷ്ടമാകുന്നില്ല. അതിനകത്തും അവരുടെ എല്ലാ പൊട്ടൻഷ്യലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ രണ്ടാമത് ഓർത്തിരിക്കണം. പിന്നെ മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, യു ക്യാൻ മിക്സ് ഇറ്റ് ഇൻ എനി പ്രൊപ്പോർഷൻ. ഓക്കെ, മിക്സ് ഇറ്റ് ഇൻ എനി പ്രൊപ്പോർഷൻ, ഏത് പ്രൊപ്പോർഷനിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ എന്താ പറയുക, രണ്ടുപേര്, ഓക്കെ, ഒരു നമ്മുടെ രാജുവും രാധയും രണ്ടുപേരുണ്ട്. രാജുവിനോട് ഞാൻ പറയുകയാണ് സോൾട്ട് വാട്ടർ ഉണ്ടാക്കാൻ, രാധേനോട് ഞാൻ പറയുകയാണ് ഒരു സോൾട്ട് വാട്ടർ ഉണ്ടാക്കാൻ, അതായത് സോൾട്ടിൻ്റെയും വാട്ടറിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ടാക്കാൻ ഞാൻ പറയുകയാണ്. രാജു എന്ത് ചെയ്യും, ഒരു 2 സ്പൂൺ സോൾട്ട് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യും, മിക്സ് ചെയ്യും. പക്ഷെ രാധ 1 സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്യും. രണ്ടുപേരും 2 രീതിയിലാണ് മിക്സ് ചെയ്തത്, ഡിഫറെൻറ്റ് കോമ്പോസിഷനിലാണ് മിക്സ് ചെയ്തത്. പക്ഷെ രണ്ടും എന്താണ്, മിക്സ്ചേഴ്സ് ആണ്, സോൾട്ട് പ്ലസ് വാട്ടറിൻ്റെ മിക്സ്ചർ ആണ്. അപ്പൊ നമുക്ക് ഏത് കോമ്പോസിഷനിൽ മിക്സ് ചെയ്താലും കുഴപ്പമില്ല, അത് എന്തായിരിക്കും, അത് മിക്സ്ചർ ആയിരിക്കും. അല്ലാതെ ഇന്ന കോമ്പോസിഷനിൽ മിക്സ് ചെയ്താലേ അത് മിക്സ്ചേഴ്സ് ആകും എന്നൊരു റൂളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ 3 കീവേഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മിക്സ്ചർ എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, മിക്സ്ചേഴ്സിനെ നമ്മൾ ബേസിക്കലി 2 ടൈപ്പായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ആളാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. എന്താണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്? അപ്പോൾ ഞാൻ ഇവിടെ ഹോമോജീനിയസിന് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. സോൾട്ട് വാട്ടർ തന്നെ എക്സാമ്പിൾ ആയിട്ടിരിക്കട്ടെ. എന്ത് ചെയ്യുന്നു, സോൾട്ടിനെയും വാട്ടറിനെയും മിക്സ് ചെയ്യുകയാണല്ലേ ചെയ്യുന്നത്. സോൾട്ടിനെയും വാട്ടറിനെ അവിടെ എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യാണ്. അങ്ങനെ നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ സോൾട്ട് വാട്ടർ ഉണ്ടാക്കി നന്നായി മിക്സ് ചെയ്ത്, അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, എടാ ഇതിൽ ഉപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് കണ്ണുകൊണ്ട് കണ്ടാൽ മനസ്സിലാവില്ല അല്ലേ, ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കും. പക്ഷെ അതിൽ ഉപ്പ് എന്തായിട്ടുണ്ട്, ഡിസോൾവ് ആയിട്ടുണ്ട് അല്ലേ. ഇനി നിങ്ങൾ അതിൽ ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഒരു സ്പൂണിൽ ഇച്ചിരി എടുത്തിട്ട് കുടിച്ചു നോക്കുക, അപ്പോൾ അതിന് നല്ലൊരു സോൾട്ടി ടേസ്റ്റ് ഉണ്ടാവും. ആൻഡ് ആ ഗ്ലാസിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയി നിങ്ങൾ കുടിച്ചു നോക്കി നോക്ക്, സെയിം ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഇല്ല അല്ലേ. എവിടുന്ന് ആ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ എവിടുന്ന് നിങ്ങൾ എടുത്ത് കുടിച്ചു കഴിഞ്ഞാലും ടേസ്റ്റ് എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും, യൂണിഫോം ആയിരിക്കും. അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. കണ്ടോ, അങ്ങനെയുള്ള യൂണിഫോം ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ. ഈ ഹോമോ എന്ന വേർഡിൻ്റെ മീനിങ് തന്നെ എന്താണെന്നറിയോ, ഹോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം എന്നാണ് അർത്ഥം. ഓക്കെ, സെയിം അല്ലെങ്കിൽ എന്താ, യൂണിഫോം അല്ലെങ്കിൽ സെയിം എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മിക്സ്ചേഴ്സ് വിത്ത് uniform composition. അതിനെയാണ് നമ്മൾ പറയുക എന്ത്, ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന്. എന്താണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന്. ഇനി ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്തായിരിക്കും? അപ്പോൾ അതെന്താണ്, നിങ്ങൾ ഓർക്കുക, ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ വെള്ളം എടുത്തു, എന്നിട്ട് നിങ്ങൾ മുറ്റത്തിറങ്ങി കുറച്ച് മണൽ അല്ലെങ്കിൽ സോയിലോ എന്തെങ്കിലും അതിലിങ്ങനെ മിക്സ് ചെയ്തു, നന്നായിട്ട് നിങ്ങൾ മിക്സ് ചെയ്തു. ഓക്കെ, മിക്സ് ചെയ്തപ്പോൾ മിക്സ് ഒക്കെ ആയി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സാൻഡൊക്കെ അടിയിൽ അടിഞ്ഞിരിക്കുന്നു, വാട്ടർ മാത്രം മുകളിൽ നിൽക്കുന്നു, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക, കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ഓയിലൊക്കെ ഇങ്ങനെ മുകളിൽ വന്ന് നിൽക്കുന്നു, വാട്ടർ താഴെ, രണ്ടും സെപ്പറേറ്റ് ആകാണ്. അതായത് അവിടെ എന്തില്ല, യൂണിഫോം ആയിട്ടുള്ള ഒരു മിക്സിങ് നടക്കുന്നില്ല. ഇപ്പോൾ ഓയിലും വാട്ടറും ആണെങ്കിൽ നിങ്ങൾ മുകളിൽ നിന്ന് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ കിട്ടും, താഴേക്ക് പോയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ കിട്ടും അല്ലേ. അപ്പം അവിടെ എന്തില്ല, ഒരു യൂണിഫോം മിക്സിങ് ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പറയുക എന്ത്, ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ്. അപ്പം എന്താണ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്? യെസ്, നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണ്. എന്താണ് നോൺ യൂണിഫോം കോമ്പോസിഷൻ?
നോൺ യൂണിഫോം കോമ്പോസിഷൻ ഉള്ള മിക്സ്ചേഴ്സിനെ നിങ്ങൾ പറയുന്ന പേരാണ് ഹെട്രോ. ഹെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡിഫറെൻ്റ് എന്നൊരു മീനിങ് ആണ് വരുന്നത്. ഹെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ്. ഹെട്രോ മീൻസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പോസിഷൻ ഉള്ള ആളുകളെ ആണെങ്കിൽ, ആ മിക്സ്ചേഴ്സിനെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഹെട്രോജീനിയസ്. കണ്ടോ, ഈ ഒരു ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് കാണാം അല്ലേ, സാൻഡും വാട്ടറും ആണ് മിക്സ് ചെയ്തിട്ടുള്ളത്. പക്ഷെ സാൻഡ് വേറെ ആയിട്ടും വാട്ടർ വേറെ ആയിട്ടുമാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് സോൾട്ട് എത്ര നോക്കിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പറ്റത്തില്ല. ഇനി ഇത് നിങ്ങൾ എത്ര ദിവസം ഇങ്ങനെ വെച്ചാലും അതിൽ സോൾട്ട് എന്താകില്ല? സെറ്റിൽ ആവത്തില്ല. പക്ഷെ ഇവിടെ ഈ സാൻഡ് നിങ്ങൾ ഒരു കുറച്ച് ഫ്യൂ മിനിറ്റ്സ് ഓർ ഹവേഴ്സ് വെക്കുമ്പോൾ തന്നെ എല്ലാ സാൻഡും താഴെ വന്ന് സെറ്റിലാകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയോ? ഹോമോജീനിയസ് മിക്സ്ചറും ഹെട്രോജീനിയസ് മിക്സ്ചറും എന്താണ്? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ്സിന് ശേഷം ഓക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോവരുത്. നിങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും കിച്ചണിൽ കയറുമ്പോഴും നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ ഒബ്സർവ് ചെയ്യുക. ഒരു സയൻസ് സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അവർ നല്ലൊരു ഒബ്സർവിങ് സ്കില്ലുള്ള ആളായിരിക്കണം. ഓക്കെ, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്ന ആളുകളായിരിക്കണം. അങ്ങനെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് ഓക്കെ എന്തൊക്കെയാണ് ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചേഴ്സ്, എന്തൊക്കെയാണ് ഹെട്രോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചേഴ്സ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇപ്പോൾ മിൽക്ക് നമ്മൾ എടുക്കുകയാണ് അല്ലേ, നിങ്ങൾ പാല് കാണുമ്പോൾ എന്താ ഹോമോജീനിയസ്, കൊള്ളാം ഹോമോജീനിയസ് ആണ് അല്ലേ, കംപ്ലീറ്റ്ലി അങ്ങനെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു പാട പോലെ ഇങ്ങനെ ഫോം ചെയ്യൂലേ, അതിൻ്റെ ആ ഒരു ഫാറ്റ് ഇങ്ങനെ മുകളിൽ വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും. അതെന്തുകൊണ്ടാണ്? ഹെട്രോജീനിയസ് മിക്സ്ചറാ മിൽക്ക്. ടെക്നിക്കലി മിൽക്ക് എന്താണ്? ഒരു ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. അവിടെ യൂണിഫോം കോമ്പോസിഷൻ അല്ല, നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണുള്ളത്. മനസ്സിലായോ? അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ ഹോമോജീനിയസ് എന്താണ്, ഹെട്രോജീനിയസ് എന്താണെന്ന്? ഇനി ഈ ഐഡിയ വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് എഴുതാൻ. ഈ ടെക്സ്റ്റ് ഒന്ന് വായിക്കും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് പക്കായിട്ട് കിട്ടും കേട്ടോ. അടുത്തത് സൊല്യൂഷൻ എന്താണ്? ഇപ്പോൾ മിക്സ്ചറിൽ തന്നെ വരുന്ന ഒരിതാണ് എന്ത്? സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് സൊല്യൂഷൻ? അപ്പൊ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണെന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. എന്താണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്? അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഹോമോജീനിയസ് മിക്സ്ചർ. ഫോർ എക്സാമ്പിൾ സോൾട്ട് വാട്ടർ ഒക്കെ പോലെ തന്നെ ഒരു ഹോമോജീനിയസ് മിക്സ്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി പറഞ്ഞു തരാം, ഒരു സൊല്യൂഷനിൽ രണ്ടാളുകളുണ്ട്, ഒന്ന് സോൾവെന്റും ഒന്ന് സൊല്യൂട്ടും. ഈസി ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങളൊരു ബീക്കറിൽ എന്തെടുക്കുന്നു? വാട്ടർ എടുക്കുന്നു. ഓക്കെ, ഇത് നിങ്ങൾ സോൾട്ട് വാട്ടർ ആണെന്ന് വിചാരിക്കുക കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? സോൾട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. ഇത് സോൾട്ട് വാട്ടറിൻ്റെ ഒരു മിക്സ്ചർ ആണെന്ന് വിചാരിക്കുക. ആക്ച്വലി ഇതെന്താണ്? ഒരു സൊല്യൂഷൻ ആണ്. കാരണം ഇത് ഹോമോജീനിയസ് ആണ്. പ്ലസ് ഇതിൽ എന്തുണ്ട്? ഇതിൽ വാട്ടറുമുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? സോൾട്ടുമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഏതാ മക്കളെ പ്രസന്റ് ആയിട്ടുള്ളത്? വാട്ടർ ആണോ സോൾട്ട് ആണോ ഹൈ ക്വാണ്ടിറ്റിയിലുള്ളത്? വാട്ടർ ആണല്ലേ. കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വാട്ടർ ആയിരിക്കും, സോൾട്ട് കുറവ് ക്വാണ്ടിറ്റിയിലായിരിക്കും ഉണ്ടാകുക. അങ്ങനെ ഹൈ ക്വാണ്ടിറ്റി, മോർ ക്വാണ്ടിറ്റി ഉള്ള ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോൾവെന്റ്. അപ്പൊ ഇവിടെ ഈ സോൾട്ട് സൊല്യൂഷനിൽ ആരാണ് സോൾവെന്റ്? നമ്മുടെ വാട്ടർ ആണ് സോൾവെന്റ്. ഇനി കുറവ് ക്വാണ്ടിറ്റി, സ്മോൾ എമൗണ്ടിൽ പ്രസന്റ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ പറയുന്നത് സൊല്യൂട്ട്. എന്താണ് പറയാ? സൊല്യൂട്ട്. അപ്പൊ സൊല്യൂട്ട് ലെസർ ക്വാണ്ടിറ്റി ആയിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്. ഈ സൊല്യൂഷനിൽ, അതായത് സോൾട്ട് വാട്ടറിലെ സൊല്യൂട്ട് ആരാണ്? സോൾട്ട് ആണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഏതൊരു സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാലും അതിൽ സോൾവെന്റ് ആരാണ്, സൊല്യൂട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. കൂടുതലുള്ള ആള് സോൾവെന്റ്, കുറച്ചുള്ള ആള് സൊല്യൂട്ട്. ഓക്കെ, അത് മനസ്സിലായി. അപ്പൊ സോൾവെന്റിലാണ് എന്താകുക? സൊല്യൂട്ട് ഡിസോൾവ് ആകുക. സൊല്യൂട്ട് ഡിസോൾവ് ആകുന്നത് എവിടെയാണ്? സോൾവെന്റിലാണ്. ഓക്കെ, അപ്പൊ സോൾവെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് എ സൊല്യൂട്ട് ഗെറ്റ് ഡിസോൾവ്ഡ് അല്ലേ. സോൾവെന്റിലാണ് സൊല്യൂട്ട് ഡിസോൾവ് ആകുന്നത്. ആ ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക. അപ്പൊ എപ്പോഴും സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് കോമ്പോണൻസ് ഉണ്ടെന്ന് ഓർക്കണം. ഒന്ന് സോൾവെന്റ് ആണ്, രണ്ടാമത്തേത് ആരാണ്? സൊല്യൂട്ട് ആണ്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. അത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ സൊല്യൂഷനിൽ. ഇനി നമുക്ക് ഈ സൊല്യൂഷനിൽ ഞാൻ പറഞ്ഞു സോൾവെന്റും ഉണ്ട് സൊല്യൂട്ടും ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ആ ഒരു ടേം ഉണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അപ്പൊ മക്കളെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഒരു സൊല്യൂഷനിൽ എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഉണ്ട്. ഓക്കെ, ഇപ്പൊ സോൾട്ട് വാട്ടർ എടുക്കുവാണെങ്കിൽ അതിൽ എത്ര എമൗണ്ട് ഓഫ് സോൾട്ട് ഉണ്ട് എന്നതാണ് എന്ത്? ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ
എ സൊല്യൂഷൻ. സൊല്യൂട്ട് ആണ്, ലെസ്സർ ക്വാണ്ടിറ്റിയിൽ പ്രസന്റ് ആയിട്ടുള്ള ആള് എത്ര എമൗണ്ട് ഉണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ കോൺസെൻട്രേഷൻ പറയുക. അതായത് ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വാട്ടറും ഒരു 4 സ്പൂൺ ഉപ്പും ഇട്ടു, മറ്റേ ഗ്ലാസ്സിൽ ഞാൻ സെയിം എമൗണ്ട് ഓഫ് വാട്ടറും 1 സ്പൂൺ ഉപ്പേ ഇട്ടിട്ടുള്ളൂ. ഇതിൽ ആരായിരിക്കും കോൺസെൻട്രേറ്റഡ്? 4 സ്പൂണ് ഉപ്പിട്ടതിനായിരിക്കും കോൺസെൻട്രേഷൻ കൂടുതൽ. കാരണം അതിലാണ് എന്തുള്ളത്? സൊല്യൂട്ട് കൂടുതലുള്ളത്. അപ്പൊ എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ പറയുക എന്ത്? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. നിങ്ങൾക്ക് ഭയങ്കര ഇപ്പോൾ ഡയോറിയ അങ്ങനത്തെ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം വരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഓക്കെ, പനി, ഡയോറിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡീഹൈഡ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്നും അതുപോലെ തന്നെ വീട്ടിലൊക്കെ എത്തിക്കഴിയുമ്പോൾ എന്താണ്, ഒരു ORS എന്ന് പറയുന്ന ഒരു സാധനം തരും അല്ലേ. ഒരു ORS എന്ന് പറയുന്ന ഒരു പൗഡർ, നല്ല ഓറഞ്ച് ഫ്ലേവറിലുള്ള ഒരു പൗഡറാണ്. ആ പൗഡർ വാട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ കുടിക്കാൻ പറയും അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ഡീഹൈഡ്രേഷൻ മാറി നിങ്ങൾക്ക് കുറച്ച് എനർജി വരാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഈ ORSൽ നമ്മൾ ആക്ച്വലി ഷുഗറും സോൾട്ടും ഒക്കെ ഉള്ള ഒരു പൗഡറാണത്. ഓക്കെ, എന്താണ്? ഷുഗറും സോൾട്ടും കുറച്ച് അങ്ങനത്തെ ഇലക്ട്രോലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പൗഡറാണ് ORS എന്ന് പറയുന്നത്. ഓക്കെ, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് എന്ന് നമ്മൾ പറയും. അപ്പം ഇത് ആക്ച്വലി ഈ സോൾട്ടിൻ്റെയും ഷുഗറിൻ്റെയും കോൺസെൻട്രേഷൻ ഒരു പെർട്ടിക്കുലർ ഒരു ഫിക്സഡ് കോമ്പോസിഷനിൽ അവരെന്ത് ചെയ്യും? അവർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ ആ ഒരു അളവ് കറക്റ്റ് ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? വാട്ടറിൽ ആഡ് ചെയ്തിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് കോൺസെൻട്രേഷനിൽ അത് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് എമൗണ്ട് ഓഫ് എനർജി കിട്ടുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഡീഹൈഡ്രേഷൻ പിന്നെയും കൂടാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ORS എന്താണ്? നിങ്ങൾ കറക്റ്റ് എമൗണ്ട് ഓഫ് ഷുഗർ ഓർ സോൾട്ട് കോൺസെൻട്രേഷനിൽ വേണം മിക്സ് ചെയ്യാൻ. അത് ഈ ഒരു പാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ഈ പൗഡർ ഇത്ര എമൗണ്ട് ഓഫ് വാട്ടറിൽ മിക്സ് ചെയ്യണമെന്ന്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളിൽ ഫാമിംഗ് ഒക്കെ അഗ്രികൾച്ചറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും, ഈ ഫാമേഴ്സ് ഈ പെസ്റ്റിസൈഡ്സോ ഇൻസെക്ടിസൈഡ്സോ അല്ലെങ്കിൽ വല്ല ഫെർട്ടിലൈസേഴ്സോ ഒക്കെ കറക്റ്റ് കോൺസെൻട്രേഷനിൽ അളന്ന് മിക്സ് ചെയ്യുന്നത് കാണുന്നുണ്ടാകും അല്ലേ. ആ കോൺസെൻട്രേഷനിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ പണി പാളും. ഇനി അത് മാത്രമല്ല, നമ്മൾ മെഡിസിൻസ്, ഹോസ്പിറ്റലിൽ നമ്മൾ മെഡിസിൻസ് ഉണ്ട്, അതിനും കോൺസെൻട്രേഷൻ ഉണ്ട്. മെഡിസിൻ, ഡ്രഗ്സ് ഒക്കെ സിന്തസൈസ് ചെയ്യുമ്പോൾ അവിടെ കറക്റ്റ് കോൺസെൻട്രേഷനിൽ വേണം ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യാൻ, എന്നാലേ അത് പ്രോപ്പറായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾ കിച്ചണിൽ കയറി കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് കറക്റ്റ് എമൗണ്ടിൽ ആഡ് ചെയ്തില്ലെങ്കിൽ ആ കറിയെ ഫ്ലോപ്പ് ആവും അല്ലേ. അപ്പോൾ അവിടെയൊക്കെ എല്ലായിടത്തും എന്താണ്, കോൺസെൻട്രേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി എന്താണ്? എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെന്റ് ഓർ സൊല്യൂഷൻ ഇസ് ടേംഡ് ആസ് വാട്ട്? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ലെസ്സർ ക്വാണ്ടിറ്റിയിൽ പ്രസന്റ് ആയിട്ടുള്ള ആൾ എത്ര എമൗണ്ട് ആണ് നിങ്ങൾ ആഡ് ചെയ്യുന്നത്, ആ എമൗണ്ടിനെയാണ് നമ്മൾ പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന്. അപ്പോൾ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലേ. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ക്ലിയർ ആയെങ്കിൽ നമ്മൾ ഈ കോൺസെൻട്രേഷൻ പല രീതിയിലാണ് മക്കളെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ മാസ് തന്നെ നമ്മൾ ഗ്രാം, കിലോഗ്രാം, മില്ലിഗ്രാം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എക്സ്പ്രസ് ചെയ്യും അല്ലേ. ഇനി അപ്പോൾ അങ്ങനത്തെ കോൺസെൻട്രേഷനിൽ നമുക്ക് എന്തുണ്ട്? എക്സ്പ്രഷൻ ഉണ്ട്. നമ്മൾ എങ്ങനെ ഒരു കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കും? അതിന് നമുക്കൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു ഫോർമുലയൊന്നുമില്ല. നമുക്ക് എന്താണ്, ഓരോ പർട്ടിക്കുലർ സൊല്യൂഷനും മിക്സ്ചേഴ്സിനും പല ടൈപ്പ് ഓഫ് കോൺസെൻട്രേഷൻ എക്സ്പ്രഷൻസ് ആണ് നമുക്കുള്ളത്. അതിലൊരു 3 ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യും ഈ ചാപ്റ്ററിൽ കാണും. ഓക്കെ, അതിൽ നമുക്ക് വരുന്ന 3 ടൈപ്പ് എന്ന് പറയുമ്പോൾ, ഇപ്പം നിങ്ങൾ മിൽക്ക് പൗഡറിൻ്റെയൊക്കെ പാക്കറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഫ്ലോർ അങ്ങനത്തെ കാര്യങ്ങളുടെ പാക്കറ്റ്സ് നിങ്ങൾ നോക്കുമ്പോൾ അതിലിങ്ങനെ എന്തുണ്ടാവും? ഗ്രാം, കറക്റ്റ് ഗ്രാം ഓരോന്നിൻ്റെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഇതിൽ ക്ലിയർ അല്ലെങ്കിലും നിങ്ങൾ ഇനിയിപ്പോൾ പാക്കറ്റ്സ് ഒക്കെ മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ഫ്ലവർ അതുപോലെ തന്നെ മിൽക്ക് പൗഡറിൻ്റെ ഒക്കെ പാക്കറ്റ്സ് മേടിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം വെയിറ്റ് ബൈ വെയിറ്റ് എന്ന് കാണാം, പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വെയിറ്റ് എന്ന് കാണാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡ്രിപ്പ് ഇടാൻ പോകും അല്ലേ, ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണമൊക്കെ വരുമ്പോൾ ഡ്രിപ്പ് ഇടാൻ വേണ്ടി പോകും. അപ്പോൾ ഒരു ബോട്ടിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാം. ആ ബോട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിലിങ്ങനെ ഇപ്പോൾ ഇതേപോലെ, ഓക്കെ, ഇതേപോലെ എന്താണ് ഇപ്പോൾ 5% വെയിറ്റ് ബൈ വോളിയം, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതെന്താണ്? വെയിറ്റ് ബൈ വോളിയം ആണ്. അതായത് ഇത്ര എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ്, ഇപ്പോൾ 5%, 5 ഗ്രാം ഓഫ് ഗ്ലൂക്കോസ് 100 ml ഓഫ് വാട്ടറിൽ അവിടെ പ്രസന്റ് ആണ് ആ ഒരു ബോട്ടിൽ. അതാണ് ഈ വെയിറ്റ് ബൈ വോളിയം എന്ന് പറയുന്നത്. നമുക്കറിയാലേ ലിക്വിഡ്സിൽ എപ്പോഴും വോളിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. വെയിറ്റ് എപ്പോഴും എന്താണ്? ഒരു സോളിഡിനാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. അപ്പോൾ ഗ്ലൂക്കോസ് ഇവിടെ ഒരു സോളിഡ് ആണ്, അപ്പോൾ അതിൻ്റെ വെയിറ്റ് ബൈ വാട്ടർ ഇവിടെ ഒരു ലിക്വിഡ് ആണ്, അതിൻ്റെ വോളിയം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ
നമ്മൾ വെയിറ്റ് ബൈ വോളിയം എടുത്തത് ഇൻസ്റ്റെഡ് ഓഫ് വാട്ട് വെയിറ്റ് ബൈ വെയിറ്റ് എടുക്കാതെ വെയിറ്റ് ബൈ വോളിയം എടുത്തത്. ഇനി രണ്ടും ലിക്വിഡ് ആണെങ്കിലോ മക്കളെ, നമ്മൾ മിക്സ് ചെയ്യുന്ന രണ്ടും സോൾവെന്റും സൊല്യൂട്ടും ലിക്വിഡ് ആണെങ്കിൽ, രണ്ടും ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ എന്താ എടുക്കേണ്ടത്? പെർസെൻറ്റേജ് വോളിയം ബൈ വോളിയം ആണ്. നിങ്ങൾ വിനേഗർ അല്ലേ, കിച്ചണിൽ കയറിയിട്ട് നിങ്ങൾ വിനേഗറിൻ്റെ ബോട്ടിൽ എടുത്തൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. വിനേഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്ലസ് അസറ്റിക് ആസിഡ് ആണ്. എന്താണ്? വാട്ടർ പ്ലസ് അസറ്റിക് ആസിഡ് ആണ് എന്ത്? വിനേഗർ എന്ന് പറയുന്നത്. വാട്ടറിൽ അസറ്റിക് ആസിഡ്, രണ്ടും ലിക്വിഡ് ആണ്. വാട്ടർ ആണ് ഇവിടുത്തെ സോൾവെന്റ്, അസറ്റിക് ആസിഡ് ആണ് ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഇവിടെ 5% വോളിയം ബൈ വോളിയം, രണ്ടും ലിക്വിഡ് ആയതുകൊണ്ട് വോളിയം ആണ്. അതായത് 5 ml ഓഫ് അസറ്റിക് ആസിഡ് ഇൻ 100 ml ഓഫ് വാട്ടർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അതിൻ്റെ ഒരു റിലേഷൻ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് എക്സ്പ്രഷൻ. അത് നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് ന്യൂമറിക്കൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ് കേട്ടോ ഇത്. മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. ഓക്കെ, എന്താണ്? മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആണ് ആദ്യം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് നമുക്ക് എന്താ തരുന്നത്? ഹൗ മെനി ഗ്രാംസ് ഓഫ് സൊല്യൂട്ട്, ഗ്രാം ആണ് കേട്ടോ ഇവിടെ. ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് ആർ പ്രസന്റ് ഇൻ 100 gram ഓഫ് ടോട്ടൽ സൊല്യൂഷൻ. ടോട്ടൽ സൊല്യൂഷനിൽ ഇപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളത് കംപ്ലീറ്റ്ലി ലിക്വിഡ് ആകണം എന്ന് വിചാരിക്കരുത്. രണ്ട് സോളിഡ്സ് മിക്സ് ചെയ്താലും നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ എത്ര ഗ്രാം ഓഫ് ഒരു സോളിഡ്, ഇത്ര 100 gram ഓഫ് സോൾവെന്റിൽ മിക്സ് ചെയ്യുന്നു. അതാണ് എന്ത്? മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. അപ്പം മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എക്സ്പ്രഷൻ്റെ ഫോർമുല എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. മനസ്സിലായോ? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് 10 gram ഓഫ് സോൾട്ട് ഇസ് ഡിസോൾവ്ഡ് ഇൻ 90 gram ഓഫ് വാട്ടർ, കാൽക്കുലേറ്റ് ദ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഓഫ് ദ സൊല്യൂഷൻ ഫോംഡ്. എന്താണ്? നമ്മൾ ഇവിടെ കോൺസെൻട്രേഷൻ, ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓർക്കണം, എന്താണ്? ഇവിടെ രണ്ടും ഗ്രാമിലാണ് അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. 10 gram ഓഫ് സോൾട്ടും 90 gram ഓഫ് വാട്ടർ നമുക്ക് ഗ്രാമിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ 90 gram ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ യൂണിറ്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? യൂണിറ്റ് ശ്രദ്ധിക്കണം. ആൻഡ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, നമ്മൾ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം തന്നെ സൊല്യൂഷൻ, ഓക്കെ, സൊല്യൂഷൻ എഴുതുമ്പോൾ നിങ്ങൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതണം. ഫസ്റ്റ് എന്താണ്? മാസ് ഓഫ് സോൾട്ട് ആണ്. എന്താണ്? മാസ് ഓഫ് സോൾട്ട്. മാസ് ഓഫ് സോൾട്ട് എന്താണ് ഇവിടെ? 10 gram ആണ് അല്ലേ? 10 gram ആണ് ഇവിടുത്തെ മാസ് ഓഫ് സോൾട്ട്. രണ്ടാമത് നിങ്ങൾ എന്തെടുക്കണം? മാസ് ഓഫ് വാട്ടർ അല്ലേ? മാസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടർ ഇവിടുത്തെ എന്താണ്? സോൾവെന്റ് ആണ്. മാസ് ഓഫ് വാട്ടർ എന്താണ്? സോൾവെന്റ് ആണ്. സോൾവെന്റ് എന്ന് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? വാട്ടർ ആണ് അല്ലേ? അത് എത്രയാണ്? അത് 90 gram ആണ് അല്ലേ? 90 gram ആണ്. ഇനി മാസ് ഓഫ് സൊല്യൂഷൻ എന്താണ്? ഫോർമുലയിൽ എന്താ നമുക്ക് വേണ്ടേ? മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പം മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ? മാസ് ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സോൾട്ട് പ്ലസ് വാട്ട്? മാസ് ഓഫ് സോൾട്ട് എന്ന് പറയുമ്പോൾ സോൾട്ട് ഇവിടുത്തെ ആരാണ്? സൊല്യൂട്ട് ആണ്. ഓക്കെ, മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് നിങ്ങൾ ഇവിടെ എഴുതിക്കോട്ടോ, മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് സോൾവെന്റ്, മാസ് ഓഫ് സോൾവെന്റ്. ആൻഡ് ഇത് എന്തിനോട് ഈക്വൽ ആണ്? മാസ് ഓഫ് സൊല്യൂട്ട് 10 ആണ്, മാസ് ഓഫ് സോൾവെന്റ് 90 ആണ്. ടോട്ടൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 100 grams കിട്ടും. ടോട്ടൽ എത്ര കിട്ടും? 100 grams കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഫോർമുല അപ്ലൈ ചെയ്യുക. ആദ്യം ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് വേണം ഫോർമുല അപ്ലൈ ചെയ്യാൻ. ഫോർമുല ഈസ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് അല്ലേ? മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട്. ഫോർമുല ഇപ്പം തന്നെ പഠിച്ചോ. എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ mass of solvent into 100. Okay, into 100 which is equal to എന്താണ്? mass of solute എത്രയാണ്? mass of solute 10 gram ആണ് അല്ലേ? അപ്പം 10 ഡിവൈഡഡ് ബൈ mass of solvent അല്ല, തെറ്റിപ്പോയി. എന്താണ്? സൊല്യൂഷൻ അല്ലേ മക്കളെ? mass of solution അല്ലേ? mass of solution ആണ് കേട്ടോ. മിസ് ഇങ്ങനെ ഇടയ്ക്ക് തെറ്റിക്കും, പക്ഷെ അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, എന്താണ്? മാസ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ മാസാണ് താഴെ വരേണ്ടത്. അപ്പോൾ മാസ് ഓഫ് സൊല്യൂഷൻ എത്രയാ? 100.
പിന്നെന്താ ഇൻറ്റു 100. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്ര കിട്ടും? 10 കിട്ടും. ഇതെന്താണ്? 10% വെയിറ്റ് ബൈ വെയിറ്റ്. ഇങ്ങനെ എഴുതണം, യൂണിറ്റ് അടക്കം എഴുതണം. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇങ്ങനത്തെ ന്യൂമറിക്കൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ എഴുതണം. എഴുതുമ്പോൾ ഈ ഒരു ഫോർമാറ്റൊക്കെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടും മക്കളെ. ആ പ്രസൻറ്റേഷനിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 10% വെയിറ്റ് ബൈ വെയിറ്റ്. അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? യെസ്. അപ്പോൾ മക്കളെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്കറിയാം ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് എന്ത്, ക്ലാസ് 9th കുറച്ച് കൺഫ്യൂസിങ് ആണ് ഈ ഒരു വർഷം, പുതിയ സിലബസ് ആണ്, ഞങ്ങൾക്ക് റെഫർ ചെയ്യാനൊന്നുമില്ല, അങ്ങനെ കുറേ മക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഡ്യൂപോർട്ട് സ്റ്റുഡൻസിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അടിപൊളി ബാച്ച് ക്ലാസ് 9th സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, CBSE സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ബാച്ച്. അപ്പം നിങ്ങൾക്ക് സൂപ്പർ ആകണമെങ്കിൽ, ക്ലാസ് 9th നിങ്ങൾക്ക് ക്ലാസ്സിൽ സൂപ്പർ ആകണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? എല്ലാ ചാപ്റ്റർ വൈസ്, ടോപ്പിക് വൈസുള്ള എക്സ്പ്ലനേഷൻ, റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മൾ ഫുൾ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, ഒരു ദിവസം എന്ത് പഠിക്കണം, ഒരു വീക്ക് എന്ത് പഠിക്കണം, ഒരു മന്ത് എന്ത് പഠിക്കണം എന്ന് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ഈ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് നിങ്ങൾക്ക് കോഴ്സ് തരിക അല്ല നമ്മൾ ചെയ്യുക, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനുള്ള ഒരു ഇതുണ്ട്. എത്ര ക്ലാസ്സസ് നിങ്ങൾ കേട്ടാലും ഉറപ്പാണ് നിങ്ങൾക്ക് എന്ത് വരും? നിങ്ങൾ ഒരു സയൻസ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് വരും? ഡൗട്ട് വരും. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എപ്പോഴും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും തീർക്കാൻ ഒരു സപ്പോർട്ടായിട്ട് എഡ്യൂപോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ആ ഒരു ടൈമിൽ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ എന്താ, ഡെയിലി റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, വീക്ക്ലി ലൈവ് സെഷൻസ് ഉണ്ട്, ആൻഡ് 30+ വീക്ക്ലി ടെസ്റ്റ്. മക്കളെ, നിങ്ങൾ എത്ര കോൺസെപ്റ്റ് പഠിച്ചാലും എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക അല്ലേ? അപ്പോൾ 30+ വീക്ക്ലി ടെസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ്. പുതിയ സിലബസ് എന്ന് പറയുമ്പോൾ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്തായാലും എക്സാമിന് വരിക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് എഡ്യൂപോർട്ട് നിങ്ങൾക്ക് തരും. PYQ ഡിസ്കഷൻസ് ഉണ്ടാകും. പിന്നെ എന്താണ് PYQ ഡിസ്കഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസെപ്റ്റ്സ് ഏകദേശം സെയിം ആണ് നമ്മുടെ പഴയ സിലബസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം കോൺസെപ്ച്വലി സെയിം ആയിരിക്കും, പക്ഷെ അത് വരുന്ന പാറ്റേണിൽ ഉണ്ടാകും എന്ത് ഡിഫറൻസ്. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ കേരളത്തിലെ ബെസ്റ്റ് ടീച്ചേഴ്സ് ആയിരിക്കും മക്കളെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ സമയം കളയാതെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതാവുമ്പോൾ നിങ്ങളുടെ ഈ കൺഫ്യൂഷൻസ്, ഇപ്പം നമ്മൾ ജൂൺ അക്കാഡമിക് ഇയറിൻ്റെ ഏകദേശം ഒരു ബിഗിനിങ് ആണ് അല്ലേ? കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എങ്കിൽ പോലും. അപ്പോൾ ഈ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് ഈ ഒരു വർഷം എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ തന്നിട്ടുള്ള ലിങ്കിൽ പോയിട്ട് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ബോണസ് ആണ് എന്ത്? മാത്സ് ബേസിക്സ്, ഇംഗ്ലീഷ് ബേസിക്സ് ആൻഡ് ഹിന്ദി ബേസിക്സ്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ കിട്ടുകയും ചെയ്യും. എന്താണ്, നിങ്ങൾക്ക് പലർക്കും മാത്സിലൊക്കെ വരുന്ന ഒരു പ്രശ്നം, ബേസ് കറക്റ്റ്, പണ്ട് നിങ്ങൾ കുറച്ച് എന്താ പറയുക മടി പിടിച്ചൊന്ന് അടിച്ചു പൊളിച്ച് നടന്നു അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ബേസിക്സിൽ കുറച്ച് പ്രശ്നം ഉണ്ടാകും ചില കുട്ടികൾക്കെങ്കിലും. പക്ഷെ പോട്ടേടാ, അന്ന് നിങ്ങൾ അടിച്ചു പൊളിച്ചു, ആ ബേസ് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് 9th നമുക്ക് സെറ്റ് ആക്കാന്നേ. അതിന് ഞങ്ങൾ എഡ്യൂപോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല അടിപൊളി ബേസിക്സിൻ്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിനും ബേസിക്സ്, ഹിന്ദിക്കും ബേസിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫ്രീ ആണ്. അത് നിങ്ങൾ ജോയിൻ ചെയ്താൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? ഒട്ടും വൈകാതെ തന്നെ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക കേട്ടോ, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു എക്സ്പ്രഷനിലേക്ക് പോകാം. എന്താണ് അടുത്ത എക്സ്പ്രഷൻ? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ് കേട്ടോ. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി ഗ്രാംസ് ഓഫ് ദ സൊല്യൂട്ട് ഇസ് പ്രസന്റ് ഇൻ 100 milliliter ഓഫ് സൊല്യൂഷൻ. എന്താണ്? ഇവിടെ ഒരെണ്ണം ഗ്രാമും ഒരെണ്ണം വോളിയവുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം മാസ് ഓഫ് സൊല്യൂട്ടും വോളിയം ഓഫ് സൊല്യൂഷനുമാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. എന്താണ്? മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ എമ്മിന് പകരം ചിലപ്പോൾ വെയിറ്റ് ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും കാണിക്കുക, വെയിറ്റ് ബൈ വോളിയം എന്നായിരിക്കും. ബോത്ത് ആർ സെയിം, കുഴപ്പമില്ല. അപ്പോൾ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രിപ്പിൻ്റെ കേസ് ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ 0.9% ഓഫ് വെയിറ്റ് ബൈ വോളിയം സോഡിയം ക്ലോറൈഡ് ആണ് ഇവിടെ ഈ ഡ്രിപ്പിൽ ഉള്ളത് എന്നുള്ളൊരു കാര്യം ഓർക്കുക. അപ്പോൾ
അവിടെയൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വെയിറ്റ് ബൈ വോളിയം പെർസെൻറ്റേജ് എക്സ്പ്രഷൻ കാണുന്നത്. ആൻഡ് ഇൻറ്റു 100. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പം ഓർത്തിരിക്കാൻ. മാസ് ബൈ മാസ് ആണെങ്കിൽ എന്താണ്, മുകളിലെ മാസും താഴെ മാസും, സൊല്യൂഷനും സെയിം തന്നെയാണ് കേട്ടോ. മുകളിലും താഴെ മാസമായിരിക്കും മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. ഇനി മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണെങ്കിൽ മുകളിലെ മാസും താഴെ വോളിയവും, സൊല്യൂഷൻ്റെ വോളിയവും സൊല്യൂട്ടിൻ്റെ മാസമാണ് നമ്മൾ എടുക്കുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് 5 gram of glucose is dissolved in water to make 100 ml of solution, calculate its concentration in mass by volume percentage ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്ത് എഴുതണം, മാസ് ഓഫ് എന്താണ്, സൊല്യൂട്ട് ആണ് അല്ലേ. ഇവിടുത്തെ സൊല്യൂട്ട് ആരാണ്, ഗ്ലൂക്കോസ് ആണ്. സൊല്യൂട്ട് ആരാണ്, ഗ്ലൂക്കോസ് ആണ്. അത് എത്രയാണ്, 5 gram. പിന്നെ അടുത്ത നിങ്ങൾ എന്ത് എഴുതുക, മാസ് ഓഫ് സോൾവെന്റ് എഴുതുക. മാസ് ഓഫ് സോൾവെന്റ്, ഇവിടുത്തെ സോൾവെന്റ് ആരാണ്, വാട്ടർ ആണ്. ആൻഡ് അത് എത്രയാണ്, എമൗണ്ട് 100 ml ആണ്. അപ്പം മാസ് ബൈ വോളിയം. പിന്നെ എന്താണ്, മാസ് ഓഫ് സൊല്യൂഷൻ. മാസ് ഓഫ് സൊല്യൂഷൻ ഉണ്ട്. മാസ് ഓഫ് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു വാട്ട്, നമ്മളിത് രണ്ടും കൂടെ ആഡ് ചെയ്യണം അല്ലേ. 5 പ്ലസ് ഒരു മിനിറ്റ്, 100 ml ഓഫ് സൊല്യൂഷൻ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സോൾവെന്റ് അല്ല, 100 ml ഓഫ് സൊല്യൂഷൻ തന്നെയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ കൺഫ്യൂഷൻസ് ഇല്ല. ഇത് ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. മാസ് ഓഫ് സൊല്യൂഷൻ ആണ് മക്കളെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അതെത്രയാണ്, 100 ml ആണ്. അപ്പോൾ നമ്മുടെ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എളുപ്പമല്ലേ. ഇപ്പോൾ മാസ് ബൈ വോളിയം percentage is equal to mass of solute divided by volume of solution into 100. അപ്പോൾ ഇവിടെ വോളിയം ആണ് കേട്ടോ. ഇവിടെ എന്താണ്, വോളിയം ആണ്, വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പോൾ അത് എത്ര വന്നു, 5/100 into 100 which is equal to what, 5% weight by volume. മനസ്സിലായോ, 5% weight by volume. അപ്പോൾ ഇവിടെ വോളിയം ആണ് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. വോളിയം ഓഫ് സൊല്യൂഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഇങ്ങനെ കാണാം. ഇത് ആദ്യം എഴുതിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത എക്സ്പ്രഷൻ കുറച്ചും കൂടെ സിമ്പിളായി. അപ്പോൾ എന്തായി, രണ്ടും വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. സൊല്യൂട്ടിൻ്റെയും വോളിയം എടുക്കുക, സൊല്യൂഷൻ്റെയും വോളിയം എടുക്കുക. രണ്ടും വോളിയമാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഈസി അല്ലേ. വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്, ഹൗ മെനി മില്ലിലിറ്റേഴ്സ് ഓഫ് സൊല്യൂട്ട് ഇസ് പ്രസന്റ് ഇൻ 100 milliliters ഓഫ് സൊല്യൂഷൻ. രണ്ടും എന്താണ് എടുക്കേണ്ടത്, വോളിയം ആണ് എടുക്കേണ്ടത്, ഇൻറ്റു 100. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താണ്, 1 ml ഓഫ് ലിക്വിഡ് പെസ്റ്റിസൈഡ്. അപ്പോൾ എന്താ, രണ്ട് വോളിയമാണ് അല്ലേ. അപ്പോൾ വോളിയം ഓഫ് സൊല്യൂട്ട് എന്താ ഇവിടുത്തെ, പെസ്റ്റിസൈഡ് ആണല്ലേ. സൊല്യൂട്ട് എന്താണ്, പെസ്റ്റിസൈഡ് ആണ് ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഈസ് ഈക്വൽ ടു വാട്ട്, 1 ml. എത്രയാണത്, 1 ml ആണ്. ഇനി വാട്ടർ അല്ലേ, വോളിയം ഓഫ് വാട്ടർ, അതായത് നമ്മുടെ സൊല്യൂഷൻ്റെ ആണ്. ടു ഫോം 100 ml ഓഫ് പെസ്റ്റിസൈഡ് സ്പ്രേ ആണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ പെസ്റ്റിസൈഡ് സ്പ്രേയിൻ്റെ വോളിയമാണ്, അതായത് സൊല്യൂഷൻ്റെ വോളിയമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഓൾറെഡി. അപ്പോൾ അത് എത്രയാണ്, 100 ml ആണ്. ഇനി നമ്മൾ എന്താ നോക്കണ്ടേ, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് അത് എത്രയാണ്, 1 അല്ലേ. വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അത് എത്ര വരും, 1/100 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 1% വോളിയം ബൈ വോളിയം എന്ന് പറഞ്ഞ് കിട്ടും. എന്താണ്, 1% വോളിയം ബൈ വോളിയം. ഭയങ്കര സിമ്പിൾ ആണല്ലേ, ഇത് ഭയങ്കര സിമ്പിൾ ആണ് ആക്ച്വലി ഈ ഒരു ന്യൂമറിക്കൽ. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിൽ ബേസ് ചെയ്തൊരു ന്യൂമറിക്കൽ ഉറപ്പായിട്ട് നിങ്ങളോട് ചോദിക്കും, ഈ കോൺസെൻട്രേഷൻ്റെ എക്സ്പ്രഷൻ വെച്ചിട്ട്. ഇതിൽ മൂന്നിൽ ഒന്നെങ്കിൽ മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, അല്ലെങ്കിൽ എന്താണ് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്, അല്ലെങ്കിൽ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ക്ലാസ് 9th CBSE റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടോ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ചാനലുണ്ട്, ക്ലാസ് 9th CBSEൻ്റെ ഒരു കമ്മ്യൂണിറ്റി ചാനൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാകും. നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, ഈ ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, എല്ലാ ഇൻഫോർമേഷൻസും അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാകും. ഇപ്പോൾ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ട് ടോപ്പിക് അല്ലേ, നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്, ഷുവർ ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒട്ടും താമസിക്കാതെ തന്നെ താഴത്തെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ലിങ്കിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, ഈ കമ്മ്യൂണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഇല്ലാതെ ഈ ഒരു വർഷം പോകും. എല്ലാ കാര്യങ്ങളും അതിൽ അപ്ഡേറ്റ് ആയിക്കോളുമല്ലോ. അപ്പോൾ കറക്റ്റ് സമയത്ത് നിങ്ങളത് അറിഞ്ഞോളും. മനസ്സിലായോ? അപ്പോൾ അതിനാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചാനൽ, എജുപോർട്ടിൻ്റെ ഈ ഒരു ചാനൽ ഉള്ളത്. എല്ലാവരും ജോയിൻ ചെയ്യാം. ഇനി സോലുബിലിറ്റി എന്താണെന്നാണ്. അടുത്തെന്താണ്? സോലുബിലിറ്റി ഓഫ് സബ്സ്റ്റൻസസ് ആണ്. സോലുബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഡിസോൾവ്സ് ഇൻ എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് സോൾവെന്റ്. മനസ്സിലായോ? സോലുബിലിറ്റി അതായത് നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് വാട്ടർ എടുത്തു, അതിൽ മാക്സിമം നിങ്ങൾക്ക് എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഗ്ലാസ് വാട്ടറിൽ എത്ര എമൗണ്ട് ഓഫ് സോൾട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ പറ്റും. കുറേ നിങ്ങൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, പിന്നെ മിക്സ് ചെയ്യാൻ പറ്റാതെ വരും അല്ലേ. പിന്നെ നിങ്ങൾ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ അതിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം മാക്സിമം നിങ്ങൾക്ക് എത്ര അതിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ സോലുബിലിറ്റി എന്ന് പറയുന്നത്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ സോലുബിലിറ്റിയും കോൺസെൻട്രേഷനും സെയിം ആണല്ലേ. എത്ര മാക്സിമം എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് നിങ്ങൾക്കൊരു സോൾവെന്റിൽ മിക്സ് ചെയ്യാൻ പറ്റും എന്നതാണ് എന്ത്, സോലുബിലിറ്റി ഓഫ് സബ്സ്റ്റൻസസ്. ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഡിസോൾവ്സ് ഇൻ എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് സോൾവെന്റ് ഇസ് കോൾഡ് വാട്ട്, ഇറ്റ്സ് സോലുബിലിറ്റി അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. കണ്ടോ? ഇപ്പം ഇവിടെ സോലുബിലിറ്റി നിങ്ങൾ ഇപ്പോൾ ഇവിടെ എടുത്ത് പറഞ്ഞല്ലേ, അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എന്ന് എടുത്ത് പറഞ്ഞത്? ചിലപ്പോൾ നിങ്ങൾ ഉപ്പ് വാട്ടറിൽ ഇങ്ങനെ കുറേ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മിക്സ് ആവാതിരിക്കും. പക്ഷെ നിങ്ങൾ കുറച്ച് ആ ഒരു ടെമ്പറേച്ചറിൽ മിക്സ് ആവില്ല. പക്ഷെ നിങ്ങൾ കുറച്ച് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ സോൾട്ട് വാട്ടറിൽ മിക്സ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അല്ലേ, കാണും അല്ലേ. അപ്പോൾ അതാണ് എന്ത്, ടെമ്പറേച്ചറിൻ്റെ ഒരു ഇഫക്റ്റ്. അതായത് ഇപ്പോൾ ഒരു സോളിഡ് ആണ്, ഓക്കെ, ഒരു സോളിഡ് ആണ് നിങ്ങൾ ലിക്വിഡിൽ മിക്സ് ചെയ്യുന്നതെങ്കിൽ, ഒരു സോളിഡാണ് നിങ്ങൾ ലിക്വിഡിൽ മിക്സ് ചെയ്യുന്നതെങ്കിൽ അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, സോലുബിലിറ്റി കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്, സോലുബിലിറ്റി കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങളിങ്ങനെ വാട്ടർ എടുക്കുക, ഓക്കെ, നിങ്ങളിങ്ങനെ വാട്ടർ എടുക്കുക, എന്നിട്ട് അതിൽ നിങ്ങൾ സോൾട്ട് ആഡ് ചെയ്ത് കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ മിക്സ് ആകുന്നില്ല അല്ലെ. ഇത്ര ആളുകളെ അതിൽ മിക്സ് ആകുന്നുള്ളൂ, മാക്സിമം ഒരു ഇത്ര ആളുകളെ മിക്സ് ആവുള്ളൂ. പക്ഷെ നിങ്ങൾ ഇതൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ സോൾട്ട് ഇതിൽ എന്താകും, മിക്സ് ആകും. ഇത് കാണിക്കുന്നത് മിക്സ് ആയി എന്നാണ് കേട്ടോ, സെപ്പറേറ്റ് ആയി കിടക്കുക എന്നുള്ളതല്ല, മോർ സോലുബിൾ ആണ്. ഇത്രയും എമൗണ്ട് ഓഫ് ആളുകൾ ഈ വാട്ടറിൽ മിക്സ് ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്, ഡിസോൾവ് ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ കുറേയും കൂടി ടെമ്പറേച്ചർ കൊടുത്താലോ, ഇത്രയും അതിനേക്കാൾ ക്വാണ്ടിറ്റി കൂടുതൽ സൊല്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സോൾവെന്റിൽ മിക്സ് ആകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ റിലേഷൻ ഓർത്തിരിക്കണം. ഒരു സോളിഡ് ആണ് നമ്മുടെ സൊല്യൂട്ട് എങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലുബിലിറ്റി കൂടും. ഓക്കെ, ഉപ്പ് വെള്ളം നിങ്ങൾ കലക്കുന്നത് ഓർത്താൽ മതി. ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കുമ്പോൾ ഒരുപാട് സൊല്യൂട്ട് നിങ്ങൾക്ക് വാട്ടറിൽ എന്ത് ചെയ്യാൻ പറ്റും, മിക്സ് ചെയ്യാൻ പറ്റും. ആ ടെമ്പറേച്ചറും സോലുബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഹയർ ദ ടെമ്പറേച്ചർ സോളിഡ് ഡിസോൾവ്സ് ദ മോർ. പക്ഷേ രണ്ടാമത്തതിൽ സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഗ്യാസിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഗ്യാസിൻ്റെ കേസിൽ സോലുബിലിറ്റി എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അത് നിങ്ങൾ ഓർക്കണം, ആ ഒരു ഡിഫറൻസ് ഓർക്കണം. സോളിഡ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലുബിലിറ്റി കൂടും, പക്ഷെ ഗ്യാസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലുബിലിറ്റി കുറയും. മക്കളെ, നിങ്ങൾക്കറിയാലോ ഫിഷസിനൊക്കെ എവിടെ നിന്ന് ഓക്സിജൻ കിട്ടുന്നത്? എയറിലുള്ള ഓക്സിജൻ വാട്ടറിൽ ഡിസോൾവ് ആകുന്നത് കൊണ്ടാണ് ഫിഷസിനൊക്കെ ഓക്സിജൻ കിട്ടുന്നത്. ഇനി നിങ്ങൾ ആ വെള്ളം എടുത്ത് കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് അതിൽ ആ ഫിഷിനെ ഇട്ട് നോക്കി, ആ ഫിഷ് ചത്തുപോകും അല്ലേ. കാരണം എന്താ, ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് ഹൈ ടെമ്പറേച്ചറിൽ നമ്മുടെ വാട്ടർ എത്തിക്കഴിയുമ്പോൾ വാട്ടറിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയും. കാരണം ഹൈ ടെമ്പറേച്ചറിൽ ഓക്സിജൻ അല്ലെങ്കിൽ ഗ്യാസസിന് വാട്ടറിൽ ഡിസോൾവ് ആകാൻ വേണ്ടി പറ്റത്തില്ല. ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസോൾവ് ആകാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ
അപ്പോൾ solubility of gas decreases with increase in temperature. ഓർത്തിരിക്കണേ, നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. ഗ്യാസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ കൂടുമ്പോൾ solubility കുറേ. ഈ ഫിഗർ ഓർത്താൽ മതി. കണ്ടോ, കോൾഡ് വാട്ടറിൽ എന്തോരം പേരാ ഡിസോൾവ് ആയിട്ടുള്ളത് ഗ്യാസ്. പക്ഷെ നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് ചെയ്തു, ആ ഡിസോൾവ് ആയിട്ടുള്ള ആളുകളുടെ എമൗണ്ട് കുറഞ്ഞോ? പിന്നെ നല്ല ഹോട്ടാക്കി കഴിയുമ്പോൾ ഗ്യാസിന്റെ എമൗണ്ട് കുറഞ്ഞോ? ഭയങ്കരമായിട്ട് കുറഞ്ഞല്ലേ. അപ്പൊ ഹയർ ടെമ്പറേച്ചറിൽ ഗ്യാസ് ഡിസോൾവ്സ് ലെസ്. രണ്ടും ഓപ്പോസിറ്റ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ സോലുബിലിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ. മനസ്സിലായോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണേ. പല കുട്ടികളും കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു പോർഷൻ ആണ് ടെമ്പറേച്ചർ സോലുബിലിറ്റിയും. അത് സോളിഡിന് ഡിഫറെൻ്റ് ആണ്, ഗ്യാസിനും ഡിഫറെൻ്റ്. രണ്ടും എന്താണ്, ഡിഫറെൻ്റ് ആണ്, രണ്ടും ഓപ്പോസിറ്റ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഈ ഫിഗർ ഇപ്പം തന്നെ പ്രിന്റ് ചെയ്തോട്ടോ, നിങ്ങളുടെ മൈൻഡിൽ പ്രിന്റ് ചെയ്ത് വെച്ചോ, അതാകുമ്പോൾ നിങ്ങൾ മറക്കത്തില്ല. ഒന്നും വേണ്ട, സോളിഡിൻ്റെ കേസിൽ ഉപ്പും വെള്ളവും മിക്സ് ചെയ്യുന്നത് നിങ്ങൾ ഓർത്തിരിക്കുക. ആൻഡ് ഗ്യാസിൻ്റെ കേസിൽ ഫിഷസ് ഹോട്ട് വാട്ടറിലാണോ കോൾഡ് വാട്ടറിലാണോ കൂടുതൽ ഈസിലി സർവൈവ് ചെയ്യാമെന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സോലുബിലിറ്റി കേർവ് എന്ന് പറയുന്ന ഒരു കേർവ് ഉണ്ട്. അതായത് ടെമ്പറേച്ചറും സോലുബിലിറ്റിയും തമ്മിലുള്ള റിലേഷനായി ഈ കേർവിൽ കാണിക്കുക. എന്താണ്? സോലുബിലിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. എ ഗ്രാഫ് ഓഫ് സോലുബിലിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ഇസ് കോൾഡ് വാട്ട്? സോലുബിലിറ്റി കർവ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. അപ്പം ഇവിടെ എന്താണ്, ഇപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസിൽ സോലുബിലിറ്റി, രണ്ട് കോമ്പൗണ്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്, കോമ്പൗണ്ട് എയും കോമ്പൗണ്ട് ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസിൽ കോമ്പൗണ്ട് എയിൻ്റെ സോലുബിലിറ്റി എത്രയാണ്? ഏകദേശം ഇത്രയാണല്ലേ. പക്ഷെ 10 ഡിഗ്രി സെൽഷ്യസിൽ ആ സെയിം ടെമ്പറേച്ചറിൽ കോമ്പൗണ്ട് ബിൻ്റെ സോലുബിലിറ്റി എന്താ? കൂടുതലാണ്, ഏകദേശം 150യേക്കാൾ കൂടുതൽ വരുന്നുണ്ട് അവിടെ. അതായത് കോമ്പൗണ്ട് ബി ആണ് കോമ്പൗണ്ട് എയിനേക്കാൾ സോല്യൂബിൾ ആയിട്ടുള്ളത്. എല്ലാവർക്കും ഒരേ സോല്യൂബിലിറ്റി അല്ലല്ലോ, ഒരാൾ നന്നായിട്ട് സോല്യൂബിൾ ആകും, ഒരാൾ അതിനേക്കാൾ സോല്യൂബിലിറ്റി കുറവായിരിക്കും. ഇവിടെ കോമ്പൗണ്ട് ബി എന്താണ്? കോമ്പൗണ്ട് എയിനേക്കാൾ സോല്യൂബിലിറ്റി കൂടുതലാണ്. അതാണ് ഗ്രാഫ് ഇതിൻ്റെ മുകളിൽ കിടക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുന്നു, സോല്യൂബിലിറ്റി കൂടുന്നു. 10 ഡിഗ്രിയിൽ ഇത്രയായിരുന്നു, പക്ഷെ 20 ഡിഗ്രിയിൽ അതിനേക്കാൾ കൂടി, 30യിൽ അതിനേക്കാൾ കൂടി, 40യിൽ അതിനേക്കാൾ കൂടി അല്ലേ. അത് ഇയാളുടെ കേസിലും അങ്ങനെ തന്നെയാണ്. 10ൽ ഇവിടെ ആയിരുന്നെങ്കിൽ 20യിൽ വന്നപ്പോൾ അതിനേക്കാൾ കൂടിയില്ലേ സോല്യൂബിലിറ്റി? കണ്ടോ, കൂടുന്ന കണ്ടോ. അപ്പോൾ ഒരു സോളിഡ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലുബിലിറ്റി കൂടുമെന്ന് ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. ആൻഡ് ഇങ്ങനെയുള്ള കേർവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോലുബിലിറ്റി കേർവ് എന്ന്. എന്താണ്? ടെമ്പറേച്ചർ വേഴ്സസ് സോലുബിലിറ്റി. അവിടെ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസും വൈ ആക്സിസിൽ സോലുബിലിറ്റിയും ആണ് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായോ? കേർവ് എന്താന്ന് മനസ്സിലായോ? ഈ കേർവ് നിങ്ങളൊന്ന് നന്നായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പാർട്ട് 2 ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പാർട്ട് 2ൽ എന്തൊക്കെ ആഡ് ചെയ്യണമെന്നും കൂടെ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് 2ൽ കാണാം. ഈ പാർട്ട് 1 നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ക്ലാസ് കണ്ട് ടെക്സ്റ്റ് വായിച്ച് അടിപൊളിയായിട്ട് പഠിക്കുക. ആൻഡ് നിങ്ങൾക്ക് സൂപ്പർ ആകണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഈ ഒരു വർഷം അടിപൊളിയാക്കാം മക്കളെ. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ, താങ്ക് യു. അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. ബെസ്റ്റ് വിഷസ്.